ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കല്യാണ വ്ലോഗ് എത്തിയിട്ടുണ്ട്. കുറേ ലേറ്റായിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂംസ്. കല്യാണത്തിൻ്റെ അന്ന് ഫുൾ തിരക്കായതുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ വ്ലോഗും വൈകുന്നേരത്തെ റിസപ്ഷൻ്റെ വ്ലോഗും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. കല്യാണത്തിന്റെ അന്ന് രാവിലെ തന്നെ കണ്ണൻ വീട്ടിൽ പോയി വിളക്കൊക്കെ കൊളുത്തി അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുപോയി, പപ്പയുടെ അച്ഛനും അമ്മയാ. അപ്പൊ നമ്മൾ ഫോട്ടോയിലാണ് ദക്ഷിണ കൊടുത്തത്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ദക്ഷിണ കൊടുക്കുക എന്നുള്ള രീതിയാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ കല്യാണം നടന്നത് ആരുടെ വീട്ടിൽ വെച്ചാണെന്ന് എന്നോട് 1-2 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. കല്യാണം നടന്നതും ഇപ്പൊ ഈ കാണുന്ന വീടും എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്നാരുടെ വീടൊന്നുമില്ല. പിന്നെ ഇപ്പം താമസിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മയും പപ്പയും കണ്ണനും കണ്ണൻ്റെ വൈഫും അവരത്രയും പേരും കുടുംബത്തിലാണ്. ഇപ്പം കാണുന്ന ഈ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാനും വൈശാഖേട്ടനും കുഞ്ഞും കല്യാണം നടന്ന വീട്ടിലും അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വീടാണ് ഈ 2 വീടും. അങ്ങനെ അവർ വീട്ടിലൊക്കെ പോയി വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് അവർ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി. ഈ സമയത്ത് ഞാനും അമ്മയും ലച്ചുവും ഞങ്ങൾ 3 പേരും വേറൊരു ബ്യൂട്ടി പാർലറും പോയി ഒരുങ്ങുന്ന സമയമാണ്. കണ്ണനും വൈശാഖനും ഒക്കെ പോയത് ഫിഗ മേക്ക് ഓവറിലാണ്. ഞങ്ങൾ 3 പേരും പോയത് വൈഡൂര്യ, അത് പത്താംകുറ്റി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ്. രണ്ടും ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ്. ഒന്ന് പാറയിലും ഒന്ന് പത്താംകുറ്റിയും. ഈ 2 സ്ഥലവും നൂറിനാട്ട് തന്നെയാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിലുള്ളവർ പാറ പത്താംകുറ്റി എന്നൊക്കെ കേൾക്കുമ്പം അത്ര പരിചിതമായിരിക്കത്തില്ല. ഇതെല്ലാം നൂറിനാട്ട് തന്നെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും വീഡിയോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യുന്നത് ജ്യോതി ഷാനേഡി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇതാണ് എൻ്റെ കോലം. അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തുടങ്ങി. അരുൺ രാവിലെ തൊട്ടേ വീട്ടിലുണ്ടായിരുന്നു. വൈശാഖേട്ടനെയും കണ്ണനെയൊക്കെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയതും ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതും ഒക്കെ അരുണായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുപ്പും ദക്ഷിണ കൊടുപ്പും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. ഞങ്ങളെല്ലാം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പണേൽ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. നേരെ നിൽക്കുന്ന ആളാണ് ജ്യോതിഷണ്ണൻ. വൈകുന്നേരം നമ്മുടെ റിസപ്ഷന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവസാനം വരെ, അതായത് റിസപ്ഷന്റെ ആ ഒരു ഫോട്ടോസ് എടുക്കുന്നിടം വരെയും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരുടെ ഈ ടീം നമ്മുടെ കൂടെ നിന്നത്. ഇത് ലച്ചുന്റെ വെല്ലിച്ചന്റെ മോനാണ്. അങ്ങനെ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി. ഞാനാണെങ്കിൽ പെങ്ങൾ ഒരുങ്ങുന്ന ഒരു ചെറിയ ത്രില്ലിലായിരുന്നു. ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി വലിയ ത്രില്ലിൽ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഞാനായിരുന്നല്ലോ. അപ്പം ഞാനൊരു ശക്കല എന്താ പറയുക, ഭയങ്കര ത്രില്ലിലായിരുന്നു ഞാൻ ശരിക്കും. അങ്ങനെ കണ്ണനെ സ്വീകരിച്ച് മണ്ഡപത്തിലോട്ട് ഇരുത്താനായിട്ട് പോകുകയാണ്. ഞങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു റെഡിൻ്റെ ഷെയ്ഡായിരുന്നു. എൻ്റെ പിങ്കാണ്, എന്നാലും റെഡുമായിട്ട് ഏകദേശം ഒരു റിലേഷൻ ഉണ്ടല്ലോ. പെൺ വീട്ടുകാരുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂവിൻ്റെ ഷെയ്ഡുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പെണ്ണ് വരുവാണ്. പെണ്ണിനെ അച്ഛനും അമ്മയൊക്കെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരിക. 3 വലം ചുറ്റിയതിന് ശേഷമാണ് മണ്ഡപത്തിലേക്ക് കയറ്റുന്നത്. അങ്ങനെ മണ്ഡപത്തിൽ കയറി ദേവിയെ തൊഴുതതിന് ശേഷം കണ്ണന്റെ ഇടതുവശത്തായിട്ടാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് ദക്ഷിണ കൊടുപ്പാണ്. ആദ്യം ചെറുക്കനാണ് ദക്ഷിണ കൊടുക്കുന്നത്. ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. അടുത്തതായിട്ട് പെണ്ണിൻ്റെ ഊഴമാണ്. അപ്പോൾ പെണ്ണാദ്യം പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. അതിനുശേഷം ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കും. ഇനി അടുത്തത് മെയിനായിട്ടുള്ള പരിപാടിയാണ് താലികെട്ട്. അപ്പോൾ പൂജിച്ച താലിച്ചരടും താലിയും കൂടെ കണ്ണൻ്റെ കയ്യിലോട്ട് പപ്പ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചൊരു ഹാപ്പി മൊമെന്റ് ആണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പൂക്കളൊക്കെ അവരുടെ ദേഹത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്പാടിക്ക് അത് രസമായിട്ട് തോന്നിയത്. അങ്ങനെ താഴെ കിടന്ന പൂക്കളെല്ലാം അമ്പാടി അവരുടെ ദേഹത്തോട്ട് വാരിയിട്ടു. അടുത്തത് പൂമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുവാണ്. നമ്മൾ വാങ്ങിച്ചത് താമരപ്പൂവും റോസാപ്പൂവും കൂടെ ചേർന്നിട്ടുള്ള മാലയായിരുന്നു. മാല ഇട്ടതിന് ശേഷം വിവാഹമോതിരമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത്. അതിനുശേഷം താലി ഇടാനായിട്ടുള്ള മാല ഇട്ട് കൊടുത്തു. അങ്ങനെ മെയിനായിട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി പുടവ മേടിക്കലാണ്. കല്യാണപ്പുടവ മേടിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുതിട്ട് പുടവ മേടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വാങ്ങുന്നത്. ആ സമയത്ത് ചെറുക്കൻ പുടവ കൊടുക്കട്ടെ എന്ന് എല്ലാവരോടും ചോദിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് പുടവ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ചടങ്ങ് പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന്റെ കൈ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇനി ചെറുക്കനും പെണ്ണും മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചതിന് ശേഷം അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരെ കിട്ടിയതേ ഇല്ല. കുറച്ച് നേരത്തേക്ക് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ട് പോയി. ഇത് ശ്രീകുട്ടിയുടെ ഫ്രണ്ട്സ് ആണ്. ഇത് ലച്ചുവിന്റെ വെല്ലിച്ചന്റെ മോനും വൈഫും. ഇത് ലച്ചുവിന്റെ അച്ഛനും അമ്മയും ശ്രീകുട്ടി. ഇത് അപ്പൂപ്പനും മാമനും ഫാമിലിയും. ഇത് എന്റെയും അമ്മയുടെയും ലച്ചുവിന്റെ ഒക്കെ യോഗ ക്ലബ്ബ് ഫാമിലിയാണ്. ഇതാണ് അമ്മയുടെ ആങ്ങള, ഞങ്ങളുടെ മാമൻ. ഇത് അവരച്ഛനും മക്കളും. ഞങ്ങൾക്ക് ഇവിടെ കല്യാണത്തിന് പെണ്ണിന് 3 സാരിയാണ് ഉടുക്കാനുള്ളത്. ഒന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഉടുത്തോണ്ട് വരുന്നത്, രണ്ടാമത് ഉടുക്കുന്നത് ചെറുക്കൻ കൊടുക്കുന്ന മന്ത്രകോഴിയുടെ കൂടെ ഒരു സെറ്റും മുണ്ടുണ്ട്. അത് കഴിക്കാൻ നേരത്താണ് ഉടുക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ പന്തിയിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെക്കന്റെ വീട്ടിലെയും പെണ്ണിന്റെ വീട്ടിലെയും അടുത്ത ഫാമിലീസ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ബാക്കി എല്ലാവരും കഴിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി ഞങ്ങളൂടെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ട്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറാൻ സമയമാകുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അമ്പലത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി. ആരതി ഒഴിയുന്നത് പപ്പയുടെ മൂത്ത പെങ്ങടെ ഇളയ മരുമോളാണ്. ചേച്ചിയൊക്കെ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അടുത്തത് കാലിൽ വെള്ളം ഒഴിച്ച് കഴുകുന്നതായിരുന്നു. അത് എൻ്റെ ഉഴവായിരുന്നു. അങ്ങനെ ഞാൻ കാലിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു രണ്ടുപേരുടെയും. നന്നായിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അമ്മയാണ് അവളുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റിയത്. ചിരിച്ചോ അങ്ങനെ രണ്ടുപേരും അകത്ത് കയറിയിരുന്നു. ഇനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് പാലും പഴവും കൊടുക്കുക എന്നതാണ്. അത് ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങാണ്. അത് ചെറുക്കന് പാല് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതി കുടിച്ചിട്ട് ബാക്കി പെണ്ണിന് കൊടുക്കുക. അതേപോലെ തന്നെ പഴവും ഒരു പഴം കൊടുക്കും. അത് ചെറുക്കൻ കഴിച്ചതിന് ശേഷം പെണ്ണിന് കൊടുക്കും. ചിലയിടത്ത് ഇതിന് പകരം ചെറുക്കനും പെണ്ണിനും ബന്ധുക്കളൊക്കെ വന്ന് പായസം കോരി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവർ കഴിച്ചതിൻ്റെ ബാക്കി അപ്പുറത്തിരുന്ന് അമ്പാടി കഴിക്കുന്നുണ്ടായിരുന്നു. അമ്പാടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആ സമയമായപ്പോഴത്തേക്ക് അമ്പാടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങ് മാറിയിരുന്നാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പം അന്ന് വൈകിട്ട് തന്നെയായിരുന്നു റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ചടങ്ങുണ്ട്. അതും നിങ്ങളുടെ നാട്ടിലൊക്കെ വ്യത്യസ്തമായിട്ടാണെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇത് പപ്പയുടെ മൂത്ത പെങ്ങളാണ്. അപ്പച്ചി ഗുരുവായൂരാണ് താമസിക്കുന്നത്. അപ്പം അമ്മയും അപ്പച്ചിയൊക്കെ ഫോട്ടോ സെക്ഷനിലാണ്. അപ്പം ഇവിടെ ടീ സെക്ഷൻ ആയിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ജ്യൂസിൻ്റെ സെക്ഷൻ ആയിരുന്നു. അവിടെ വേറെയും ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം എടുത്തത് കൊണ്ട് എല്ലാം ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഐസ്ക്രീം വിത്ത് കേക്ക് ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജിനകത്തെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം. ഫുഡ് ബുഫേ ആയിരുന്നു. പൊറോട്ട, അപ്പം, ദം ബിരിയാണി, ചിക്കൻ കുറുമ, കപ്പ, മീന്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ റെഡിയാക്കി. ഫൈനൽ ലുക്ക് താണ്ടിയതാണ്. അപ്പോൾ ഈ സ്റ്റേജും ഡെക്കറേഷനും അതുപോലെ തന്നെ കാറ്ററിങ്ങും എല്ലാം മലബാർ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററിംഗ് എന്ന് പറയുന്ന ഹരിപ്പാട്ടുള്ള അൻസാറിക്കയുടേതായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും അധികം ആകത്തില്ല. കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ ആ വർക്ക് ഏറ്റെടുത്ത് എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും എത്തിത്തുടങ്ങി. അന്നത്തെ ദിവസം രാഹുകാലം 6 മണി വരെ ആയതുകൊണ്ട് ലച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ശേഷമാണ് എല്ലാവരും എത്തിയത്. കണ്ണനും ലച്ചുവും വരുന്നവരെയൊക്കെ സ്വാഗതം ചെയ്യാനായിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയും അതിനോടൊപ്പം അവരുടെ കൂടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ ഫോണിനകത്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് അതൊന്നും ഉൾപ്പെടുത്താഞ്ഞത്. അങ്ങനെ അഖിലന്നാരി ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം എല്ലാ പരിപാടിയിലും സഹകരിച്ചതിന് ശേഷമാണ് പോയത്. ഓൾമോസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റാണ് കേക്ക് കട്ടിങ് നടന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഫാമിലീസും ഫുള്ള് സ്റ്റേജിലുണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം പപ്പയും അമ്മയും അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ ആ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ കേക്ക് കൊടുത്ത് അവരുടെ വയറ് നിറച്ചു. കേക്ക് കട്ട് ചെയ്യുന്ന സമയം മുതൽ ഒരാൾ ഇങ്ങനെ കേക്കിലോട്ട് തന്നെ നോക്കിയേക്കുമായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ അമ്പാടിക്കുട്ടൻ. അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും അവനും കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്പാടിയാണെങ്കിൽ ചെറുക്കനും പെണ്ണും സ്റ്റേജിൽ കയറിയ ആ സമയം മുതൽ അവനും സ്റ്റേജിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാ ഫോട്ടോസിലും, ഇനിയിപ്പോൾ ഫോട്ടോ കിട്ടുമ്പോൾ അറിയാം, എല്ലാ ഫോട്ടോസിലും അമ്പാടി ഉണ്ടായിരുന്നു. അമ്പാടിയെ നോക്കിയാൽ അറിയാം അമ്പാടി ആ കേക്കിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല. അപ്പോൾ അടുത്തൂഴം വൈശാഖേട്ടൻ്റെയാ. വൈശാഖേട്ടൻ കേക്ക് കൊടുത്തതിന് ശേഷം ഞാനും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കേക്ക് കഴിച്ച് ഏകദേശം അവരുടെ വയറൊക്കെ നിറഞ്ഞ്
ഇനി ഫംഗ്ഷനൊക്കെ തീരാറായി. അപ്പം ഏകദേശം എല്ലാവരും പോയി. ലച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും തിരിച്ചു പോയി. അപ്പം ഇനി കഴിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുക. ആ ഡ്രസ്സ് ഇട്ടതിൻ്റെയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അതാ എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ഗോഷ്ടി കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടും അതുപോലെ മുഷിഞ്ഞതുകൊണ്ടും ഒക്കെ ആയിരിക്കും വലിയ വിശപ്പൊന്നും ആർക്കും തോന്നിയില്ല. പിന്നെ എല്ലാവരും ചെറുതായിട്ടൊന്ന് കഴിച്ചു എന്ന് വരുത്തി. അപ്പോൾ ഫുഡെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് എല്ലാവർക്കും തികയുകയും ചെയ്തു. അധികവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. കാറ്ററിംഗുകാർ അവരും എല്ലാം കഴിച്ചു. അങ്ങനെ സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെക്കുക. എൻ്റെയും ലച്ചുവിൻ്റെയും കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പാടി ആ ലെൻസ് എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഞങ്ങളുടെ ആ കല്യാണ ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ അവസാനിച്ചു. കല്യാണം നടന്നത് ഞായറാഴ്ചയായിരുന്നു. അവർ കുടുംബത്തിലേക്ക് പോയത് വ്യാഴാഴ്ചയാണ്. അപ്പം അവിടെയും ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പം അവിടെ കയറുന്നതിനായിട്ട് വിളക്കൊക്കെ കൊളുത്തി അമ്മായിയമ്മ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും അസൗകര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിളക്ക് കൊളുത്തി സ്വീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്തത് വൈശാഖേട്ടനാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് സമയത്തെ അമ്മായിയമ്മ വൈശാഖേട്ടനായിരുന്നു. അമ്പാടിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അമ്പാടി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പപ്പയ്ക്കും ഓട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പയും വീട്ടിലില്ലായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്തത്, അതുകൊണ്ട് ഞാനും വീഡിയോയിലില്ല. പിന്നെ അമ്മ പപ്പയെ വീഡിയോ കോളിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിയമ്മ അവർക്ക് പാലൊക്കെ കൊടുത്തു. അമ്മായിയമ്മയുടെ കർത്തവ്യം നല്ലതായിട്ട് തന്നെ വഹിച്ചിട്ടുണ്ട്. അപ്പം ലച്ചുവിൻ്റെ വീട്ടിലോട്ട് വിരുന്നിന് പോകുന്ന ദിവസം ഇന്നായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വിരുന്നുണ്ടായിരുന്നു. അവർ പിന്നെ റെഡിയായി വന്നതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ പിന്നെ ഇനി റെഡി ആയിട്ട് വേണമല്ലോ പോവാൻ. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി പതുക്കെ ഞങ്ങളും അവിടോട്ട് പോയി. ഒത്തിരി ദൂരമൊന്നുമല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് പിന്നെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അങ്ങനെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.